ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തി യുഡിഎഫിന്റെ കണ്ണൂർ പാർലമെന്റ് മണ്ഡല കൺവെൻഷൻ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളെ മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിൽ വികലമായി അവതരിപ്പിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യ തിളങ്ങുന്നു എന്ന പ്രചാരണവാക്യവുമായി തിരഞ്ഞെടുപ്പിനെ നേരിട്ട വാജ്പേയി സർക്കാരിന്റെ ഗതിയായിരിക്കും മോദിയുടെ ഗ്യാരണ്ടി മുദ്രാവാക്യത്തിനും എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എംപിമാരുള്ള 48 എംപിമാരുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി എന്നാണ് അതിന്റെ പേര്, മുന്നണിയുടെ പേര്. അവിടെ എൻസിപിയും ശിവസേനയും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള മഹാവികാസ് അഗാഡിയുടെ സീറ്റ് ചർച്ച അന്തിമഘട്ടത്തിലാണ്. കാശ്മീരിൽ നാഷണൽ കോൺഫറൻസുമായിട്ടുള്ള സീറ്റ് ചർച്ച അന്തിമഘട്ടത്തിലാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സീറ്റ് വിതരണം പൂർത്തിയായി. രാജസ്ഥാനിലും മധ്യപ്രദേശിലും കൂട്ടുകെട്ടില്ല, പക്ഷേ മുലായം സിംഗ് യാദവിന്റെ പാർട്ടിക്ക് നമ്മൾ സീറ്റ് കൊടുത്തു. ഗുജറാത്തിൽ നമ്മൾ ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് കൊടുത്തു. പഞ്ചാബിൽ അതിന്റെ ആവശ്യമില്ല, കാരണം കേരളം പോലെയാണ്. ഇവിടെ ഇന്ത്യ അലയൻസ് ഉണ്ടായാൽ അതിന്റെ ഗുണം ബിജെപിക്കാണ്. ആ ഗുണം അതേ സാഹചര്യമാണ് പഞ്ചാബിൽ. ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണി രാജ്യത്തെ 35% കഴിഞ്ഞ് ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും സമാഹരിച്ചുകൊണ്ടുള്ള വലിയൊരു ചരിത്രപരമായ ദൗത്യം നിറവേറ്റാൻ പോകുന്നു. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടിയാൽ നരേന്ദ്രമോദിയെയും ബിജെപിയെയും താഴെയിറക്കി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് കെ സുധാകരൻ മത്സരിക്കണമെന്ന് ഞങ്ങൾക്കൊക്കെ നിർബന്ധമുണ്ടായിരുന്നത്. സാധാരണ KPCC പ്രസിഡന്റുമാരകത്ത് ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്നോട് പാർലമെന്റിൽ മത്സരിക്കാൻ ശ്രീമതി സോണിയാഗാന്ധി എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ അന്ന് പറഞ്ഞത്, എനിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു. സുധാകരനും അതേ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത്. ഓരോ സീറ്റും കോൺഗ്രസിന് പ്രാധാന്യമുള്ളതാണ്. കണ്ണൂരിന്റെ സ്നേഹത്തിനും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർബന്ധത്തിനും മുന്നിലുള്ള കീഴടങ്ങലാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് കെ സുധാകരൻ പറഞ്ഞു. മോദി സർക്കാരിനും പിണറായി വിജയനുമുള്ള കനത്ത തിരിച്ചടിയായിരിക്കും കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമെന്നും കെ സുധാകരൻ പറഞ്ഞു. കാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ അമ്മമാരോടും സഹോദരന്മാരോടും പറയണം. എന്തുകൊണ്ട് UDFന് വോട്ട് ചെയ്യണം, എന്തുകൊണ്ട് UDF ജയിക്കണം, എന്തുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യയിൽ ജയിക്കണം, അതിൻ്റെ ആധികാരികമായ വസ്തുക്കൾ നിങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത്തിരി സമയം വീടുകളിൽ ചെലവഴിക്കണം. വീടുകളിൽ പോയിരുന്നാൽ നിങ്ങൾ കത്ത് പോലായിലിട്ട് പോകുന്നത് നിർത്തി കത്ത് കയ്യിൽ കൊടുത്ത് ഒപ്പരമിരുന്ന് ഇത്തിരി രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ കോൺഗ്രസിൻ്റെ ഒരു ജിഹ്വയാക്കി മാറ്റിയെടുത്ത് ഈ വീടുകളുടെ ഈ ഗൃഹസന്ദർശനം ഒരു വൻ വിജയമാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർക്ക് സാധിക്കണമെന്ന് ഞാൻ സ്നേഹപുരസ്സരം പറയുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് കേരളത്തിൽ. പിണറായി വിജയൻ ഭരിക്കുന്ന കൊച്ചു കേരളത്തിൽ പ്രശ്നങ്ങളുണ്ട്. മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ജനങ്ങളോട് പറയണ്ടേ? ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമുക്ക് നമ്മുടെ എതിരാളിയെ തോൽപ്പിക്കണമെങ്കിൽ ആ തോൽപ്പിക്കേണ്ടതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് അതിന് പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അത് നികത്താനും തിരുത്താനും സാധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്, UDF ആണ് എന്നവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങളിൽ ഓരോരാളിൻ്റെയും ഉത്തരവാദിത്വം എന്ന് ഞാൻ പറയാണ്. എല്ലാവരും ഭംഗിയായി ഇരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ കയ്യടിക്ക് ശക്തിയില്ല. നേരത്തെ ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഓരോ തരത്തിലും ശ്രദ്ധിക്കുമ്പോൾ കയ്യടിക്ക് എന്തോ ഒരു കരുത്തില്ലാത്ത പോലെയുണ്ട്. എന്താ കരുത്ത് പോയോ? ഒന്ന് ആഞ്ഞടിച്ചട്ടെ എല്ലാവരും. ഞങ്ങള് ഈ നമ്മളെ സമരാഗ്നി നമ്മൾ നടത്തുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അതിൻ്റെ നേരെ ജാഥയ്ക്ക് മുമ്പിൽ ഞങ്ങളൊരു ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം. ആ ജനസമ്പർക്ക പരിപാടിയിൽ
നൂറുകണക്കിന് ആളുകൾ, പാവങ്ങൾ, കഷ്ടപ്പെടുന്നവർ പിണറായി വിജയനെ പോലത്തെ ജനസമ്പർക്കമല്ല. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ്, മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ചലേരി, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, K ജയന്ത്, PM നിയാസ് തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും. മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു.